കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ കർത്താവിനെ നമുക്ക് ഇരുകരങ്ങൾ സ്വർഗത്തിൽ വരുത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതനും സർവശക്തനും സർവാധിപനുമായ പൊന്നുതമ്പുരാനെ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആത്മീയ ഭോജ്യമായ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ വചനത്തിൻ്റെ വാഗ്ദാനം, ഈ വചനത്തിൻ്റെ പൂർത്തീകരണം ഇന്ന് ഈ നിമിഷം ഈ കൂട്ടായ്മയിൽ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ബലം തരുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മോശെ എന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് വിളിച്ചിട്ട് അരുളി ചെയ്തു, നീ ഫറവോയോട് ചെന്ന് പറയുക, ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് അവരെ വിട്ടയക്കുക. ഈശോയെ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുക എന്നത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ജീവിതത്തെ തന്നതിന്, ഈ ജീവൻ തന്നതിന് പൊന്നുതമ്പുരാനെ പ്രതിഫലമായി അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ ആരാധിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പാ, ആരാധന അങ്ങേക്ക് യോഗ്യമാകുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുനാമത്തിന് എന്നും ആരാധന അർപ്പിക്കുവാൻ അവിടുത്തെ മക്കൾ എന്നും ആരാധനയോടുകൂടി അപ്പൻ്റെ മുന്നിൽ ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവനെ ആരാധിക്കുക. മുട്ടുകൾ മടക്കി അവനെ ആരാധിക്കാം. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ അവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു. വീണ്ടും പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു,
നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് തരും. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തുടച്ചു മാറ്റുവാൻ തമ്പുരാന് കഴിയും. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളെ എടുത്തു മാറ്റുവാൻ തമ്പുരാന് കഴിയും. പട്ടുപോയ തലമുറയെ മുളപ്പിക്കുവാൻ തമ്പുരാന് കഴിയും. അവിടുന്ന് ആഗ്രഹിക്കുന്നത് നീ എന്നെ ആരാധിക്കുക. നിനക്ക് ആയുസ് തരുവാൻ എനിക്ക് സാധിക്കും. നിന്റെ നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നു വന്ന് നിനക്ക് പുത്തൻ അഭിഷേകം തന്ന് പുതുജീവൻ തരുവാൻ എനിക്ക് സാധിക്കും. പകരമായി നീ ചെയ്യേണ്ടത് ഇന്ന് ഈ നിമിഷം നീ എന്നെ ആരാധിക്കുക. അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും ആരുടെ നാമം ഉച്ചരിച്ചതിനെ, ആരുടെ നാമം പ്രഘോഷിച്ചതിനെ, ഇന്നലെ വരെ ആരുടെ നാമം ഉയർത്തിക്കാട്ടിയതിന് അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുവോ, ആ നാമത്തിൽ ഉച്ചത്തിൽ കീർത്തനം ആലപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി, തടവറ കുലുങ്ങി, വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ കാലുകളിൽ അണിഞ്ഞിരുന്ന ചങ്ങലകൾ അഴിയപ്പെട്ടു. കർത്താവേ, ഇന്ന നിമിഷം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക്, പിശാച് കെട്ടിയിട്ട അവസ്ഥകളിലേക്ക്, അടിമച്ചങ്ങലകൾ അഴിഞ്ഞു പോകുവാൻ ഇന്ന് ഈ നിമിഷം തമ്പുരാൻ ഇറങ്ങി വന്ന സമയമാണ്. ജീവിതത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പകരം നീ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയമക്കളെ, ഈ നിമിഷം അവന്റെ മുന്നിലായിരുന്നു കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. കുടുംബത്തിൽ നിന്ന് കെട്ടുകൾ, ബന്ധനങ്ങൾ പൂർണ്ണമായും അഴിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷം, കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നീ ഒന്ന് വിട്ടു തരിക. നീ പൂർണ്ണ ഹൃദയത്തോടെ അവൻ ആരാധിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ഈ ഇടവകയുടെ, ഈ കുടുംബങ്ങളുടെ പൂർണ്ണമായ വിടുതലിന് വേണ്ടി, ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ എന്നെ ആരാധിക്കുക എന്ന് അരുളി ചെയ്ത പൊന്നു തമ്പുരാൻ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഈ സമയം നമ്മുടെ ഇടവകയെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവക തിരുനാളിനെ നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മുടെ ജീവിതങ്ങളിൽ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ദാനമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്ന കൃപകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, നിയോഗമായ സമർപ്പണ പ്രാർത്ഥന ഞങ്ങൾ നടത്തുന്നു. കർത്താവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും, ഇടവകയെയും, ഞങ്ങൾ വികാരിയച്ഛനെയും ഒക്കെയും അവിടുന്ന് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളോടൊപ്പമാകുവാൻ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളെ നൊമ്പരങ്ങളെ എല്ലാം ഏറ്റെടുക്കുവാൻ ശക്തനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഏറ്റവും വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഒരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്ത നല്ല ദൈവമേ, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ, ഈ കൂട്ടായ്മയുടെ വിശുദ്ധിക്ക് വേണ്ടി, ഈ കൂട്ടായ്മയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിനാവശ്യമായ ശക്തിക്ക് വേണ്ടി നിലവിളിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്ത കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ നീ നയിച്ചതുപോലെ ഇനിയും മുമ്പോട്ട് നയിക്കുവാനുള്ള ശക്തിയും ബലവും നൽകി നിങ്ങളെ സഹായിക്കണം. ഇസ്രായേൽ ജനത നയിച്ച കർത്താവേ, മരുഭൂമിയിൽ മഞ്ഞ വർഷിച്ച നല്ല ദൈവമേ, ഞങ്ങളെ കൂട്ടായ്മയ്ക്ക് ആവശ്യമായ ശക്തിയും ബലവും നൽകി നീ സഹായിക്കണമേ. തളരാതെ പതറാതെ കുടുംബങ്ങളെ പുലർത്തുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ കർത്താവെ നീ ഇറങ്ങി വരണമേ തമ്പുരാനെ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ദാമ്പത്യങ്ങളുണ്ട്. ദൈവമായ കർത്താവെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുവാൻ ശക്തിയുള്ള ദൈവമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുവാൻ മറന്നു പോകുന്ന നിമിഷങ്ങളുണ്ട് കർത്താവെ.
കരുണാനിധിയായ കർത്താവേ, മക്കൾ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറയുന്ന മക്കൾക്ക് മനസ്സിലാകാൻ പറ്റാതെ കുടുംബങ്ങൾ വീർപ്പുമുട്ടുന്ന അവസ്ഥകളുണ്ട്. കർത്താവേ, നീ ഇറങ്ങി വരണമേ. പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും വിളിക്കപ്പെട്ട കുടുംബങ്ങൾ കർത്താവേ, ഒന്ന് പ്രാർത്ഥിക്കുവാനോ മുമ്പോട്ട് ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതെ വണ്ണം ഈശോയെ കെട്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. ദൈവമേ, ആ കുടുംബങ്ങളിലേക്ക് നിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ. കരുണാനിധിയായ കർത്താവേ, സക്യോസിൻ്റെ ഭവനത്തിലേക്ക് അവിടെ നിന്ന് കടന്നു ചെന്നുവല്ലോ, സാവൂളിനെ നീ പൗലോസാക്കിയല്ലോ. ദൈവമായ കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പറ്റാത്ത ദൈവമേ, ഞങ്ങളെ കുടുംബങ്ങൾ കർത്താവ് എത്ര അധ്വാനിച്ചിട്ടും ഗതി കിട്ടാത്ത കുടുംബങ്ങളുണ്ട്. കടഭാരത്തിൽ കഴിയുന്നവരുണ്ട്, ശാരീരിക രോഗപീഠകളിൽ കഴിയുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്നെ ആരാധിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ശക്തിപ്പെടുത്തണമേ. രോഗങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യണമേ കർത്താവേ. ഈശോയെ, ഈ പ്രഭാതത്തിൽ ആശുപത്രി കിടന്ന ലോറൻസണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ കർത്താവെ, തളർന്ന അസ്ഥികളെ പോലെ യോജിപ്പിക്കുവാൻ ശക്തിയുള്ള കർത്താവെ, ഈശോയെ നീ ഏറ്റെടുക്കണമേ, ആ മകനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോബിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതര സഭയിൽ നിന്ന് ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന മകനെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലതകളെ ഉത്കണ്ഠകളെ എല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവരെ നിരാശപ്പെടുത്തുവാനും ഇടയാക്കല്ലേ. അവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന് പറഞ്ഞ കർത്താവ് മക്കൾക്ക് പ്രത്യാശ നൽകണമേ കർത്താവെ. പഠിച്ചിട്ട് ഒരു മക്കൾ പോലും നിരാശരാകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ആരും ലജ്ജിതരായില്ലല്ലോ തമ്പുരാനെ. കരുണാനിധിയാർത്തെ ഞങ്ങളെ കൂട്ടായ്മ ഏറ്റെടുക്കണമേ, വിശദീകരിക്കണമേ. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. സഭയെ നയിക്കുവാൻ ശക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോളമന് നൽകിയ ജ്ഞാനം നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ രോഗികളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ ഇടവ വികാരി അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഐക്യത്തോടെ ഈ ദൈവജനത്തെ നെഞ്ചോട് ചേർത്ത് കരുണാനിധിയാർത്ത മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തി നൽകി അച്ഛൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സന്യസ്ത്രീയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സകല നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന തിരുനാളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ശക്തി, പരിശുദ്ധാത്മശക്തി, അഭിഷേകവും നൽകി സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിച്ചുകൊണ്ട് സകല നിയോഗങ്ങളെയും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കുരിശിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരണം ആസ്വദിച്ച കർത്താവിനോട് നമുക്ക് കരുണ യാചിക്കാം. കർത്താവെ, ലോകം മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ആ കരുണയുടെ ഒരു ദിവ്യരഹസ്യം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇടവകയോട്, ദേശത്തോട്, ലോകം മുഴുവൻ്റെ മേലും അവിടുന്ന് കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകം മുഴുവനും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തോട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഇടവകയുടെ മേൽ, ഞങ്ങൾ ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് കരുണയാകണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. തന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലെ വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ധാനത്തിലും നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവിന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ തിരുശരീരം രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്ക് എല്ലാവർക്കും കഴിയുന്നവർക്ക് എല്ലാവർക്കും മുട്ടിൽമേൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. എല്ലാവരും ശബ്ദം ഉയർത്തി ചൊല്ലിയേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണം. കുറച്ചുകൂടി ശബ്ദം ഉയർത്തി ചൊല്ലിയേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ,
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഇരുകരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. നമുക്കെല്ലാം നിയോഗങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുനാളിനെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെയും സമർപ്പിച്ച് നമുക്ക് നിയോഗമായ പ്രാർത്ഥന നമുക്ക് നടത്തി ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. സ്വർഗം സിംഹാസനവും ഭൂമി പാദപിടമായിരിക്കും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ ഈശോയെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ പാപികളും ദോഷികളുമായ ഞങ്ങൾ നിൻ്റെ തിരുമുൻപാകെ ഞങ്ങൾ മുട്ടുകുത്തുന്ന നാഥ, ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും ആരുടെ മധ്യേ കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കലാണ് ഞങ്ങൾ അണയുന്നത് നാഥ. ഈശോയെ ഞങ്ങൾ പാപികളാണപ്പാ, എങ്കിലും പാപത്തെ വെറുക്കുന്നവനായ പൊന്നു തമ്പുരാൻ പാപിയെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥ. ഈശോയെ ഞങ്ങളെ കൈവിടരുത് നാഥ, ഞങ്ങൾക്കാരുമില്ല പിതാവേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, കോട്ടയും തുണയും നാഥ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരുവചനം പഠിപ്പിക്കുന്ന പ്രകാരം എൻ്റെ ഈശോയെ ഈ പ്രഭാതത്തിൽ നിൻ്റെ പക്കൽ ഞങ്ങൾ അണയുന്നു നാഥ. എൻ്റെ ഈശോയെ നീ ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിതാവേ. ഇന്നയോളം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു നാഥ. ഈശോയെ ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ലപ്പാ, നിൻ്റെ കരുണ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. ഈശോയെ ഞങ്ങളെപ്പോലെ എത്രയോ മക്കൾ ഇന്ന് ദൈവത്തെ അറിയാതെ നടക്കുന്ന ഈ നിമിഷം എൻ്റെ ഈശോയെ ഓരോ മക്കളെ നീ തൊട്ടങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ തൃപ്പാദത്തിലോട്ട് കാണിക്കായി സമർപ്പിക്കുന്ന നാഥ. ഓരോ കുടുംബത്തെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഓരോ ഭവനത്തിൻ്റെയും നാഥനും അധിപതിയായി നീ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. നിന്നെ കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന പിതാവേ. ഓരോ കുടുംബവും നിന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിതയാത്ര തുടങ്ങുവാൻ തക്കവണ്ണം എൻ്റെ പിതാവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ ഓരോ മക്കളിലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഈശോയെ ഞങ്ങളെ ഓരോ നിമിഷവും നീ വഴി നടത്തണം നാഥാ. നിന്നെ കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അപ്പാ.
നീ തന്നെ താങ്ങായി തണലായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈശോയെ, ഞങ്ങൾക്ക് ദാനമായി തന്ന അച്ഛൻ ഞങ്ങളുടെ കരങ്ങളിലോട്ട് തരുന്ന നാഥ. ഇഴമകനെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം നാഥ. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. തങ്ക ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ പിതാവേ, നീ തന്നെ താങ്ങായി തണലായി കൂടി ഇരിക്കണം നാഥ. എൻ്റെ അപ്പ, ഞങ്ങൾക്ക് ദാനമായി തന്ന സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കരങ്ങൾ തരുന്ന നാഥ. ഈശോയെ, അവരെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം നാഥ. മാതാവും പിതാവുമായി കൂടി ഇരിക്കണം നാഥ. അവിടെ പ്രവർത്തന മേഖലയെല്ലാം അനുഗ്രഹിച്ച് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈശോയെ, നടക്കാനിരിക്കുന്ന പെരുന്നാൾ ഞങ്ങളുടെ കരങ്ങളിലോട്ട് തരുന്ന നാഥ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം എൻ്റെ പിതാവിൻ്റേതാണെന്നുള്ള തിരുവചനത്തിൽ അടിയുറച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ പിതാവ് മുൻപിൽ ഞങ്ങൾ പിൻപിലും ആയിരിക്കട്ടെ നാഥ. എൻ്റെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഈ തിരുനാളിനെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ മേഖലയും അങ്ങ് അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളിൽ ഒന്നുമില്ലാത്ത അവസ്ഥ എല്ലാം കാണുന്നല്ലോ നാഥ. ശക്തനായവനെ നീ ബലപ്പെടുത്തണം നാഥ. ബലഹീനതയിൽ ബലം പകരുന്ന എൻ്റെ പിതാവിൻ്റെ തങ്കക്കരം ഓരോ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഒത്തൊരുമയിൽ എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും തമ്പുരാനെ ദേവാലയത്തിൻ്റെ തൂണായി നിലകൊള്ളുവാൻ തക്കവണ്ണം എൻ്റെ പിതാവ് എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം നാഥ. രോഗികളായി കഴിയുന്ന മക്കളുണ്ട് നാഥ. ഓപ്പറേഷന് വിധേയരായി കഴിയുന്ന അനേകം മക്കളുണ്ട് നാഥ. രോഗിക്ക് മഹാവൈദ്യനായി ദിവ്യ ഔഷധമായി എൻ്റെ പിതാവേ ഓരോ മക്കളെയും തിരുരക്തത്താൽ കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ അപ്പ, നീ തന്നെ മഹാവൈദ്യനായി കൂടെ ഇരുന്ന് ഓരോ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. പലവിധമായ ഭാരത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് നാഥ. ഓരോ മക്കളെയും നീ അങ്ങ് തങ്ക ക്രൂശുമായി കടന്നു ചെന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യൗവനക്കാരായ മക്കളുണ്ട് നാഥ. ഈശോയെ, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുവാൻ തക്കവണ്ണം എൻ്റെ പിതാവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുവാൻ, എൻ്റെ അപ്പൻ്റെ ക്രൂശിൻ്റെ മറവിൽ ചാരി ജീവിക്കുവാൻ തക്കവണ്ണം എൻ്റെ പിതാവ് ഓരോ മക്കളെയും ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും നീ അങ്ങ് തങ്കക്കരം വെച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ ഇടവകയെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു നാഥ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളെയും ഞങ്ങളുടെ കരങ്ങളിലോട്ട് തരുന്നു നാഥ. എൻ്റെ പിതാവ് തന്നെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സമസ്തങ്ങളുടെ തൃപ്പാദത്തിലോട്ട് സമർപ്പിക്കുമ്പോൾ അമ്മേ മാതാവേ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് കോട്ടയായി തുണയായി കൂടെ ഇരുന്ന് ഇളയജന കൃപയോടെ കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമുക്കെല്ലാവർക്കും മുട്ടിൽമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇതാ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മെ അനുഗ്രഹിക്കാനായി സ്വർഗത്തിൽ നിന്നും കടന്നു വരുന്നു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യേശുവേ, കർത്താവേ, ഞങ്ങളോട് കരുണയാകണമേ അപ്പാ. ഇടവകയോട് കരുണയാകണമേ അപ്പാ. ഞങ്ങൾ ഈ ദേശത്തോട് കരുണയാകണമേ അപ്പാ. ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയാകണമേ അപ്പാ. ഈശോയേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സ്ലേഹന്മാർ ബലപ്പെട്ടതുപോലെ ഞങ്ങൾ ഒരുമന ഹൃദയത്തോടെ ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്ലേഹന്മാരിൽ നിറഞ്ഞപോ ശക്തിയേകി നയിക്കണേ. സ്ലേഹന്മാരിൽ നിറഞ്ഞപോ ശക്തിയേകി നയിക്കണേ.
ശരണം നീയേ, മൃതർതൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.